തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ വലിയ വിളക്ക് എഴുന്നള്ളിപ്പിനെത്തിച്ച നെല്ലിക്കാട്ട് മഹാദേവൻ എന്ന ആന ചരിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തൊപ്പിൽ തളച്ചിരുന്ന ആന കുഴഞ്ഞു വീണാണ് ചരിഞ്ഞത്. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംഭവം. രാവിലെ വലിയ വിളക്ക് എഴുന്നള്ളിപ്പിന് തയ്യാറായ ആന ചെറുതായി ശാരീരിക ബുദ്ധിമുട്ട് കാണിച്ചതിനാൽ എഴുന്നള്ളിപ്പിൽ നിന്നും ഒഴിവാക്കി. കൊടുങ്ങല്ലൂർ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഗിരീഷ് സ്ഥലത്തെത്തി ചികിത്സ നൽകിയിരുന്നു. ആനയുടെ വായിൽ നിന്നും രക്തം വരികയും ആന വാ തുറന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി കോടനാട് ആന ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തളച്ചിരുന്ന ആനയെ ലോറിയിൽ കയറ്റുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. വീഴ്ചയിൽ തന്നെ ആന ചരിഞ്ഞതായി ആണ് നിഗമനം. കൂത്താട്ടുകുളം ശ്രീധരീയം ആയുർവേദ സ്ഥാപനത്തിന്റെ അധീനതയിൽ ഉള്ള പരമേശ്വരൻ നമ്പൂതിരിയുടെ ഉടമസ്ഥയിലുള്ള നെല്ലിക്കാട്ട് മഹാദേവൻ എന്ന ആനയ്ക്ക് 50 വയസ്സുണ്ട്. ആനയുടെ മൃതശരീരം ലോറിയിൽ കയറ്റി കോടനാടേക്ക് പോസ്റ്റ്മോർട്ടം നടപടിക്ക് വേണ്ടി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോടനാട് തന്നെ സംസ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നെല്ലിക്കാട്ട് മഹാദേവൻ എന്ന ആനയെ പരിചരിച്ചിരുന്നത് അനൂപ് എന്ന പാപ്പനാണ്. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മരടിൽ തന്നെ ചിത്രീകരണം നടത്തിയ തുറുപ്പ് ഗുലാൻ എന്ന സിനിമയിൽ താരമായ ആന കൂടിയാണ് നെല്ലിക്കാട്ട് മഹാദേവൻ. എഴുന്നള്ളിപ്പിന് എത്തിച്ച ആന ചരിഞ്ഞതോടുകൂടി ക്ഷേത്രത്തിലെ രാത്രിയിലെ എഴുന്നള്ളിപ്പും ക്ഷേത്ര ചടങ്ങുകളും കാലമാസം വന്നു. ആനയുടെ വേർപാട് നെട്ടൂരിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി. ആന ചരിഞ്ഞതോടുകൂടി നെട്ടൂർ മരട് നിവാസികളെല്ലാം ആനയുടെ മൃതദേഹം കാണുന്നതിന് വേണ്ടിയും തൊട്ടു നമസ്കരിക്കുന്നതിന് വേണ്ടിയും വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ആബാലവൃത്തം ജനങ്ങളുടെയും ഒഴുക്ക് തന്നെയായിരുന്നു. രാത്രി 9:30 മണിയോടുകൂടി ആനയുടെ മൃതദേഹം ലോറിയിൽ കയറ്റി കടന്നു പോയതിനു ശേഷമാണ് ജനങ്ങൾ പിരിഞ്ഞുപോയത്.